ശക്തൻ ബസ് സ്റ്റാൻഡും പരിസരവും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചു. ധർണ BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. നിരവധി തവണ നിവേദനം നൽകിയിട്ടും അധികാരികൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും ആക്ഷേപം. ബംഗളൂരു കോരമംഗലയിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ബീഹാർ സ്വദേശി കൃതികുമാരിയാണ് കൊല്ലപ്പെട്ടത്. കത്തിയുമായെത്തിയ അക്രമി യുവതിയുടെ താമസ സ്ഥലത്ത് വെച്ച് കഴുത്തറക്കുകയായിരുന്നുവെന്ന് പോലീസ്. തൃശൂരിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ അർദ്ധദിന ക്യാമ്പ് നടത്തി. ക്ലാസ് നടത്തിയത് വനിതാ ശിശുവികസനം, ഇന്ത്യൻ ബാങ്ക് എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി. കളക്ടറേറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി MGNRGS ജോയിന്റ് ഡയറക്ടർ R രാഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കർണാടക ചിത്രദുർഗയിൽ പ്രാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 12 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു. 6ാം ക്ലാസ്സുകാരൻ രാമചന്ദ്ര മരിച്ചത് വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ. ഷോക്കേറ്റ കുട്ടി തൽക്ഷണം തന്നെ മരിച്ചു. തൃശൂർ കാഞ്ഞാണി ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിനു വേണ്ടി അനുവദിച്ച ആംബുലൻസ് നാളെ കൈമാറും. CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. 500ഓളം കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ പോയി സാന്ത്വന പരിചരണം നടത്താനാണ് ആംബുലൻസ് വിനിയോഗിക്കുക. കണ്ണൂർ പുതിയ തെരുമാപ്പിള LP സ്കൂളിൽ നിന്നും LSS നേടിയ വിദ്യാർത്ഥിനി ഫാത്തിമത്തുൽ ഫിദയ്ക്ക് സ്കൂൾ അധികൃതരുടെ അനുമോദന സമ്മേളനം ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി ഉദ്ഘാടനം ചെയ്തു. ഉപഹാരമായി ഫാത്തിമത്തുൽ ഫിദയ്ക്ക് ലാപ്ടോപ്പ് നൽകി അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ അന്തിക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ സ്വീകരിക്കുകയും ചെയ്തു. കൊല്ലം പള്ളിച്ചന്ത ഉമ്മൻചാണ്ടി നഗറിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പുഷ്പാർച്ചന, അനുസ്മരണം, പ്രതിഭകളെ ആദരിക്കൽ, ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടന്നു. തൃശൂർ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധ സേവയും ആനയൂട്ടും ഈ മാസം 31 നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K സുദർശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളും പങ്കെടുത്തു. ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമായി. തൃശൂർ തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ഓടുപൊളിച്ച് നാലമ്പലത്തിനകത്ത് കടന്ന മോഷ്ടാവ് കൗണ്ടർ പൊളിച്ചാണ് മോഷണം നടത്തിയത്. രാവിലെ 5-ന് കൗണ്ടർ തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരമറിഞ്ഞത്. 1 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.